ഉണ്ണിയങ്കിൾ നമ്മുടെ അമ്മുക്കുട്ടി എത്തുകയാണ്. കുറച്ചു ദിവസമായില്ലേ അമ്മുക്കുട്ടീനെ കണ്ടിട്ട്? അതെ, ദ്വിതിക്കുട്ടി എത്തുന്നു. ദ്വിതിക്കുട്ടിയുടെ പേരൊക്കെ മറന്നിട്ടേ ഇപ്പൊ ഞങ്ങളുടെ അവിടെ എന്റെ അച്ഛനും എന്റെ അച്ഛനും അച്ഛമ്മയൊക്കെ ടോപ്പ് സിംഗറിന്റെ സ്ഥിരം പ്രേക്ഷകരാ. അപ്പൊ ഇവരൊക്കെ ഈ അമ്മുക്കുട്ടി, കുട്ടുമണി ഈ പേര് അറിയൂ. ഇവരുടെ ഒറിജിനൽ പേര് മറന്നുപോയി, ശരിക്കുമുള്ള പേര്. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റ, പിന്നെ നമുക്കൊരു ഗ്ലും കുട്ടിയുണ്ട്. എന്തൊക്കെ സ്പെഷ്യൽ പേരുകളാണ് അല്ലെ? അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫേമസ് പേരുള്ള നമ്മുടെ അമ്മുക്കുട്ടി എത്തുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം ദ്വിതിക്കുട്ടി on stage. അവിടെ നിന്നൊന്ന് വീക്ഷിച്ചിട്ട് എല്ലാരും ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? ലൈറ്റ് ഒക്കെ പൂക്കുറ്റിയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അല്ലേ? വൈദ്യരെന്ന് വിളിച്ചോട്ടെ. വൈദ്യരെന്ന് പറഞ്ഞാരോ? കുഞ്ഞ് കുഞ്ഞ് ചിലതിനൊക്കെ നല്ല ആൻസർ. അപ്പൊ അത് കൊള്ളാമോ? കുറച്ച് കൊള്ളാം, അത്രേ ഉള്ളൂ. എന്നാലും വിളിക്കണ്ട. പുതിയ വേർഡ്സ് വന്നിട്ടുണ്ട് വൊക്കാബുലറിയിൽ. കുട്ടീന്ന് വിളിക്കട്ടെ. പിന്നെ എന്ത് വിളിക്കും? വിളിക്കട്ടെ. വളരെ വിളിക്കട്ടെ. എന്താ നോക്കുന്നേ? തിരിഞ്ഞു തിരിഞ്ഞു. സാധാരണ ഇങ്ങനെ നോക്കാറില്ല. കൊറേ ദിവസമായി ഇവിടെ വന്നിട്ട്. അയ്യോ, ദിവസമായി ഇവിടെ വന്നിട്ടേ ഓർമ്മ പുതുക്കുകയാണ്. ബാക്ക്ഡ്രോപ്സ് നോക്കുകയാണോ സംശയം? എല്ലാം ഇല്ലേ? ലൈറ്റ് ഒക്കെ ക്യാമറ ഒക്കെ ഓണല്ലേ? ഓർക്കസ്ട്രക്കാരൊക്കെ നന്നായി ഇരിക്കുന്നില്ലേ? അതൊക്കെ ചെക്ക് ചെയ്യാണ്. അയ്യോ, അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. അങ്കുട്ടി, തബല നമ്പർ 1, തബല നമ്പർ 2 പേടി മാറിയോ? ഇനി കുറച്ച് മാറാനുണ്ടോ? എല്ലാം കുറച്ച്. പാവല്ലേ ആനന്ദേട്ടൻ? പാവല്ലേ മുരളിച്ചേട്ടൻ? പാവല്ലേ? അല്ലേ? ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ അറിയില്ല. ഇന്ന് ഡെഡിക്കേഷൻ റൗണ്ട് അല്ലേ? ആർക്കാണ് ഡെഡിക്കേഷൻ? എന്റെ മ്യൂസിക് മാഷിന്റെ പേരെന്താ? സനീഷ്. സനീഷ്. എന്തുകൊണ്ടാണ് മാഷിന് ഡെഡിക്കേഷൻ? മാഷ് പഠിപ്പിച്ച കൊണ്ടാണ് ഞാൻ ടോപ്പ് സിംഗറിലെത്തിയത്. മാഷക്ക് ഒരു മെസ്സേജ് ഉണ്ടേ, അതൊന്ന് കണ്ടാലോ? ഇവിടെ നോക്കിക്കോ. ഹായ്, ഞാൻ സനീഷ്, ദ്വിതിയുടെ സംഗീത അധ്യാപകനാണ്. കഴിഞ്ഞ 2-3 വർഷത്തിലേറെ ആയിട്ട് ദ്വിതി എൻ്റെ കീഴിൽ സംഗീതം പഠിക്കുന്നുണ്ട്. പാട്ടാണെങ്കിലും കീർത്തനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ വളരെ അനായാസേന പഠിച്ചെടുക്കാനുള്ള അവളുടെ ഒരു കഴിവ് ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. ടോപ്പ് സിംഗറിലേക്കുള്ള അവളുടെ ഒരു ഈ എൻട്രി തീർച്ചയായിട്ടും അവളുടെ ഒരു സംഗീത ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം ഇന്നത്തെ ഈ ഗാനം എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നറിയുന്നതിലുള്ള സന്തോഷവും അഭിമാനവും മറച്ചു വെക്കുന്നില്ല. വളരെയധികം സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ട്രെയിനിലൊരു സംഗീത ക്ലാസ്. മിടുക്കി കുട്ടിയാണ്. ഏത് പാട്ടാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പൊ നീലാപ്പൈതല് മിഴിനീർ മുത്തു ചാർത്തിയോ അല്ലേ? കറക്റ്റ് അല്ലേ? ഡീറ്റെയിൽസ്. ഫിലിം ഒളിമ്പ്യൻ അന്തോണി ആദം. പാടിയത് യേശുദാസ് സാർ, മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഈ മൂവിയില് എന്റെ ഒരു ഫേവറേറ്റ് മൂവിയും കൂടിയാണ്. എന്താന്നറിയില്ല, എനിക്ക് പണ്ടേ ഈ മൂവി ഭയങ്കര ഇഷ്ടം. ഇതിലത്തെ കുക്കിക്കുറുകിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ടും എന്റെ ഫേവറേറ്റ് പാട്ടാണ്. ഞാനൊരു 2 ലൈൻസ് പാടിത്തരാം. അലനുരയും ഒരരുവിയിൽ ഒരു ചെറുമണി മര നിഴലിൽ വെയിൽ വിരിച്ച കസവ് തുന്നുമറിയ ചിത്രശലഭം. അലനുരയും ഒരരുവിയിൽ ഒരു ചെറുമണി മര നിഴലിൽ വെയിൽ വിരിച്ച കസവ് തുന്നുമറിയ ചിത്രശലഭം. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാറോടു ചേർത്തൊന്നു കൊഞ്ചിച്ചൂടെ
എല്ലാരും നിന്നോടെ ഉല്ലാസത്തിലല്ലേ കുക്കിക്കുറുകിയും കുകുകുക്കുകിയും വേൽകായും വിട്ടുകിളി കാടോരം കൊത്തിപ്പേറുകയും കുറുവാലിട്ടാട്ടിയും പടകൂട്ടി പായാലെന്തേ കുഞ്ഞാറ്റ കുഞ്ഞുങ്ങൾ കുരുവിക്കോരുന്നുകൾ നിന്നെ ഒരാളെയും പേടിച്ചിരിപ്പാടെ കുക്കിക്കുറുകി കുകുകുക്കുകി വേൽകായും വിട്ടുകിളി കാടൂരം കൊക്കിപ്പേറുകയും കുറുവാറ്റിട്ടാട്ടിയും പടകൂട്ടി പായാനെന്തേ. സോ നൈസ്. താങ്ക് യു. അപ്പൊ നല്ല സമാധാനപ്പെടുത്തിയൊരു ഇൻട്രോ അല്ലേ ദ്യുതിക്കുട്ടിക്ക് പാടാൻ വേണ്ടിട്ട്. ദ്യുതിക്കുട്ടി ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു അത് കേട്ട് ആസ്വദിച്ച് നിന്ന് പോയതാ. ദ്യുതിക്കുട്ടി എപ്പോഴും ചാടും, സ്പ്രിങ് പോലെ കാലിങ്ങനെ പൊക്കും, ഇങ്ങനെ വരും. എന്നാ പാട്ട് പാടാം നമുക്ക്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. നീലാപ്പൈതലേ മിഴിനീർ മുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോൽ കലിപോലുന്ന കൺപീലിൽ
മീനുടി, എന്തോ ഞാൻ ഇതെല്ലാം കണ്ടിട്ടേ എനിക്ക് പെട്ടെന്ന് ഈ നിലാ പൈതൽ എന്നുള്ളത് നമ്മുടെ കുഞ്ഞു തന്നെ തോന്നി. ഈ പാട്ടിൽ എഴുതി വച്ചിരിക്കുന്ന ഗിരീഷേട്ടന്റെ ഒരുപാട് വാക്കുകള് ആ കുഞ്ഞിന് ഇതൊക്കെ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുളിർ മഞ്ഞ് തുള്ളി എന്ന് പറയുന്ന പോലെ, അതുപോലെ ഇളം ചിറകുള്ള പ്രാവ്, ഇതെല്ലാം കുഞ്ഞിനെ പറ്റിയാണ്. കുഞ്ഞാണെങ്കിൽ അവിടെ സ്പ്രിങ് ആയിട്ട് നിൽക്കാം. നന്നായിട്ട് പാടി കേട്ടോ. അങ്കിൾ ഒത്തിരി ഇഷ്ടായേ. ആ ആദ്യത്തെ ഭാഗം അങ്കിളിനൊന്ന് പാടി കേൾപ്പിക്കാമോ? നിലാ പൈതലേ. നീലാ പൈതലേ. അത് കറക്റ്റ് പിച്ചിന്. നീലാ നീലാ പൈത നീലാ പൈ നീ 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 നീലാ നീലാ പൈതലേ. മിഴിനീർ മുത്തു ചാർത്തിയോ 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 ആർത്തി ആർത്തി മിഴിനീർ മുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോ ഇതളുറങ്ങാത്ത എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ കുഞ്ഞു പാടിയല്ലേ. അത് ഓർക്കസ്ട്രയുടെ കൂടെ ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ, ഇങ്ങനെ പറന്നു പോകുന്ന പോലെ, ആ ഇളം ചിറകുള്ള പ്രാവ് ഇങ്ങനെ പറന്നു പോകുന്ന പോലെയാണ് നമ്മുടെ മോൾ ഇങ്ങനെ സംഗീതത്തിൽ പറന്നു പോകുന്നത്. ഇതാ നോക്കാണ് പ്രാവ് എങ്ങോട്ട് പോയി, അവിടെ എത്തിയോ. ആ അനുപലയും ചരണമൊക്കെ ശരിക്കും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയുണ്ട് കേട്ടോ. ഒത്തിരി ശ്രദ്ധിക്കുന്ന ഒരു കുഞ്ഞാണ്. അതില് അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കുഞ്ഞിനെ എങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അത്ഭുതം. പല പാട്ടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പാട്ടിലും അതിന്റെ ചില സ്പാർക്കുകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അത് സൂപ്പറായിരുന്നേ. മീനു, എന്തോ ഞാൻ വിചാരിക്കുന്നു ഈ മോള് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ സോങ് അല്ല, ഇതൊരു ഹെവി സോങ്ങാ സത്യം പറഞ്ഞാൽ. പല സാധനങ്ങളും ഉണ്ട്, പക്ഷെ അതിന്റെ റൂട്ട് ഒരു സ്പെഷ്യൽ റൂട്ടാണ്. ഈ പ്രായത്തിൽ അത് എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ ചിന്ത പോകുന്നത്. പക്ഷെ എന്നാലും അവള് വളരെ കൂളായിട്ട് പാടി അല്ലേ കുട്ടൻ? അതെ അല്ലേ? ഈ ഒരു സാധനം ഒരു ഗ്ലൈഡാണ്, സെറ്റ് ഓഫ് ഒരു അൺയൂഷ്വൽ റൂട്ടിലാണ് പോകുന്ന പാട്ട്. ഗ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു ഇതാണ്. അതാ കെയർഫുൾ ആയിട്ട് ആ നോട്ട്സ് അറിയാം. പക്ഷെ അതൊക്കെ വളരെ അനായാസമായിട്ട് അങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. എവിടെ ആരോടായി അതെങ്ങനെയാന്ന് വെച്ചാ നിങ്ങളെന്താ പറഞ്ഞ ഞാൻ അതെ. പക്ഷെ ഉണ്ണിയങ്ങൾ ഞെട്ടാൻ പോകുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താന്നറിയോ, അത് ഞാൻ ഇപ്പഴറിയണേ. അത് ആര്യ ചേച്ചിയും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട്, നമ്മുടെ കമന്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ. അല്ല, മോളുടെ മാസ്റ്ററുടെ പേര് സനീഷ് അല്ലേ? സനീഷ് മാസ്റ്റർക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം. ഓൾസോ ദിസ് ഗ്രൂമേഴ്സ് ഈ മോളെ, ഇത്രയും ചെറിയ മോളല്ലേ, അത് എങ്ങനെ ഇങ്ങനെയൊക്കെ പാടിപ്പിക്കുന്നു ഭയങ്കര ശരിക്കും അത്ഭുതം തോന്നുന്നു. സല്യൂട്ട് മോളെ. സൂപ്പർ എന്നാ പറയണേ. അതൊക്കെ അത്രേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെട്ട എന്താ അറിയോ, തുണ്ടുപല്ലവി നടുക്ക് പാടിയത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഒന്നും ദ്യുതിക്കുട്ടിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ണി സാറിന്റെ അടുത്ത് പറയാം, തുണ്ടുപല്ലവി ഭയങ്കര രസമായിരുന്നു. ദ്യുതിക്കുട്ടിക്ക് വലിയൊരു കയ്യടി കൊടുക്കാം. ഇറ്റ്സ് എ ടഫ് സോങ്. പക്ഷെ അത് അറ്റംപ്റ്റ് ചെയ്തതിന്, നല്ല ഭംഗിയിൽ പാടിയതിന് ബിഗ് ഹാൻഡ്സ്. ഞാൻ പറഞ്ഞ ഞെട്ടിക്കുന്ന സത്യം അതെന്താണെന്ന് അറിയാമോ? നമ്മുടെ രതിപുഷ്പം പാട്ടില്ലേ, അതിനിവിടെ ഒരാള് സൂപ്പർ ആയിട്ട് നല്ല കിഡിലുമായിട്ട് ഡാൻസ് കളിക്കും. ഈ കാണുന്ന അമ്മുക്കുട്ടിയെ പോലെയോ സ്പ്രിങ് പോലെയോ ഒന്നും അല്ല, ഭയങ്കര സൂപ്പർ ആയിട്ട് ഡാൻസ് ചെയ്യും. നമുക്ക് ഒരു വീഡിയോ കണ്ടോക്കാവേ. കണ്ടോ? ഇപ്പൊ ചെയ്യുമായിരിക്കും. ഇപ്പൊ ചെയ്യുമല്ലേ? ചെയ്യും. ഉണ്ണിയങ്കൾ ഇവിടെ വന്ന് പാട്ട് പാടും, അപ്പൊ ദ്യുതിക്കുട്ടി ഡാൻസ് ചെയ്യും. ഓക്കെ.
ദേ ഉണ്ണിയങ്കൾ വന്നു. വാവ്. നമുക്കെല്ലാവർക്കും എന്തൊരു സന്തോഷം. ഇവിടെ ഒരാളുടെ മുഖത്തേക്ക് നോക്കിയേ. അയ്യോ രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസകേളി തടാകം സുഖസോമം തേടുന്നു ദാഹം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം അധര ശില്പങ്ങൾ മദന തൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം എന്നാണു നിൻ സംഗമം ഹേ മതിയോ? ഒന്നും ചെയ്തില്ലല്ലോ ഡാൻസ്. അത് ചെയ്ത് മാറ്റി ഒന്ന് ചെയ്യാം. ഒന്നുകൂടി ഇടും, ഒന്നുകൂടി. രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസകേളി തടാകം സുഖസോമം തേടുന്നു ദാഹം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം അധര ശില്പങ്ങൾ മദന തൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം എന്നാണു നിൻ സംഗമം ഹേ ഇടയ്ക്ക് എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അവള്. മീനൂട്ടിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കൂ. ഉണ്ണിയങ്ങളെ താങ്ക് യു. ഉണ്ണിയങ്ങളിനെ ഇപ്പൊ അടുത്ത് നമ്മൾ ടോപ്പ് സിംഗറിന്റെ നഴ്സറി ചേർക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ മാർക്ക് പറഞ്ഞോട്ടെ? ഞാൻ പറയണ്ടേ? ഞാൻ പറയണോ ഉണ്ണി സാർ പറയണോ? ഉണ്ണിയങ്കിൾ മാർക്ക് പറഞ്ഞു. അത് പെട്ടെന്ന് പറഞ്ഞല്ലോ. ആ ഐ എം ഗിവിംഗ് ഹർ 97 out of 100.